നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന 101 കവിതകളടങ്ങിയ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കവിതയുടെ പേര് കുമരകമെന്ന സൗന്ദര്യഭൂമി. ഈ കവിത എൻ്റെ ജീവിതവുമായിട്ട് വളരെയധികം ബന്ധമുള്ളതാണ്. എൻ്റെ അച്ഛൻ്റെ നാട്, അച്ഛൻ ജനിച്ചതും വളർന്നതുമെല്ലാം കുമരകമെന്ന സ്ഥലത്താണ്. സ്കൂൾ പഠനകാലത്ത് അവധിയാകുമ്പോൾ അച്ഛൻ്റെ പെങ്ങന്മാരുടെ വീട്ടിലാണ് പോകാറ്. 90ഓളം വീടുകൾ പരന്ന് പന്തലിച്ച് വ്യാപിച്ച് കിടക്കുന്ന കുടുംബങ്ങൾ, അച്ഛൻ്റെ സഹോദരങ്ങൾ, അവരുടെ മക്കൾ, അച്ഛൻ്റെ അമ്മാവന്മാർ, അങ്ങനെ കുടുംബത്തിലെ ഒരു വലിയൊരു തലമുറ തന്നെ അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അവധിക്കാലത്ത് അവിടെ പോകുമ്പോൾ അപ്പച്ചി വേളൂത്തറ എന്നുള്ള ഞങ്ങളുടെ വീട്ടിലെ അച്ഛൻ വളർന്ന വീട്ടിലെ അച്ഛൻ്റെ 2 പെങ്ങന്മാർ, ബാക്കിയുള്ളവയൊന്നും കണ്ടതായി എനിക്ക് ഓർമ്മയില്ല. 4-8 മോഡലിലുള്ള വീടും അവിടെ കുറേ മനുഷ്യരും, വീടിൻ്റെ സ്ഥലത്തിനുള്ളിൽ തന്നെ കുടിക്കാൻ വെള്ളമെടുക്കാൻ ഒരു ചെറിയൊരു കുളം, തൊട്ടടുത്ത് വേറൊരു ചേട്ടൻ്റെ വീട്ടിൽ കുളിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ചെറിയൊരു കുളം. ഇത് കിണർ മാതിരിയാണ് കുടിച്ചിരിക്കുന്നത്, അല്ലാണ്ട് സ്ക്വയർ അല്ല, കിണർ മാതിരി റൗണ്ട് ഷേപ്പിലാണ്. അപ്പോൾ എൻ്റെ അവധിക്കാലത്ത് ഞാനവിടെ പോകുമ്പോൾ എല്ലാ വീടുകളിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെയുള്ള കുട്ടികളൊക്കെ ആയിട്ട് കളിയും ചിരിയും ഒക്കെ കഴിഞ്ഞൊരു കാലം. കുമരകത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ, തറവാട്ട് വക ക്ഷേത്രത്തിലേക്കുള്ള പൂജയും വഴിപാടുകളും കഴിക്കുക, മഴ സമയത്ത് വീടിൻ്റെ മുന്നിലൂടെ പോകുന്ന മഴ പെയ്ത് ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കുക. അങ്ങനെ ആ ഒരു ബാല്യകാലം മറക്കാവതല്ല. അവിടെ നിൽക്കുന്ന ആ അത്രയും ദിവസങ്ങൾ മനസ്സിലുണ്ടാക്കുന്ന സന്തോഷം പറഞ്ഞറിയിക്കാവതല്ല. അച്ഛൻ്റെ പെങ്ങന്മാരായ വല്യപ്പച്ചിയും കൊച്ചപ്പച്ചിയും അവർ കാലത്തിൻ്റെ ഒഴുക്കിലൂടെ കടന്നു പോയിരിക്കുന്നുവെങ്കിലും അവരുടെ മക്കളും മക്കളുടെ മക്കളുമൊക്കെയായി അവിടെ സമൃദ്ധമാണ്. പലരെയും കാണുന്നു. ഒരു കല്യാണമോ ഒരു മരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമുള്ള സമയങ്ങളിലാണ് അങ്ങോട്ട് പോവുക. ബാല്യകാലത്തുള്ള ആ ഓർമ്മകൾ പേറി ഇന്നും കഴിയുന്നു. അവിടെ തൈപ്പറമ്പ് എന്നൊരു വീടുണ്ട്. ആ വീട്ടിലെ മോനും അവിടുത്തെ തങ്കപ്പൻപിള്ളച്ചേട്ടനും 100-101 വയസ്സ് വരെ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. സരസമ്മ ചേച്ചിയും, അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ. അവിടെ പടർന്ന് പന്തലിച്ചിരിക്കുന്ന മഹാഗണികൾ, നമ്മൾ തല ഉയർത്തി നോക്കിയാലും അതിൻ്റെ മൂളറ്റം കാണാൻ പറ്റില്ല. അത്രമാത്രം ആകാശം തൊട്ടുരുമിക്കുന്ന വടവൃക്ഷം മാതിരിയുള്ള 8-10 മഹാഗണികൾ, ചെറിയ കുളങ്ങൾ, ഇടിഞ്ഞ് തകർന്നു വീഴാറായ കുടുംബക്കാരുടെ വീടുകൾ, അങ്ങനെ ഒരു പ്രകൃതിയുടെ ഒരു വിളയാട്ടം തന്നെയുള്ള തൈപ്പറമ്പെന്നുള്ള വീട്, ആപ്പിൾച്ചേരി, അങ്ങനെ ഒരുപാട് വീടുകൾ. അവിടെയെല്ലാം ഇന്ന് കുറച്ച് ശൂന്യത നിഴലിക്കുന്നില്ലേ എന്ന് തോന്നാറുണ്ട്. പക്ഷെ ആ ബാല്യകാലം മനസ്സിൽ നിന്നും മാഞ്ഞു പോകില്ലല്ലോ. കുമരകത്ത് നിന്നും മുഹമ്മയിലേക്കുള്ള വള്ളത്തിലുള്ള പോക്കും ബോട്ടിലുള്ള പോക്കും, കുമരകത്തെ ബോട്ട് ജെട്ടിക്ക് അടുത്തായിട്ടുള്ളൊരു ക്രിസ്ത്യൻ രൂപവും, അവിടെ വളർന്ന് പന്തലിച്ചിരിക്കുന്ന പൂക്കളും, അതിനടുത്തായി അതിൻ്റെ എതിർവശത്തായിട്ടുള്ള ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രവും, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സൗന്ദര്യത്തിൻ്റെ ഒരു നിദർശനം എന്ന് വേണം പറയാൻ. അങ്ങനൊരു അവധിക്കാലത്ത് ഞാൻ പോകുമ്പോഴാണ് കുമരകത്ത് ബസ്സിറങ്ങി കോട്ടയത്ത് നിന്ന് കുമരകത്തേക്കുള്ള
ബസ്സിൽ കയറി അവിടെ വന്ന് അവിടുത്തെ പരിചയക്കാരൻ്റെ ഒരു ചായപ്പീടികയിൽ ബോണ്ട എന്ന് പറയുന്ന ബോണ്ടയും ഉണ്ണിയപ്പവും ഇതെല്ലാം നല്ല രീതിയിൽ ഉണ്ടാക്കി അവിടെ ഇങ്ങനെ ഷെൽഫിൽ നിർത്തിയിരിക്കുകയാണ്. അവിടെ ഒരു ബെഞ്ച് കിടക്കുന്നു. അപ്പോൾ ഞങ്ങൾ സൗഹൃദം പങ്കിടം വരുമ്പോഴൊക്കെ വർഷങ്ങൾ കൂടുമ്പോഴാണ്, 5, 10 വർഷങ്ങൾ, ചിലപ്പോൾ 2-3 വർഷങ്ങളൊക്കെ പോകുമ്പോൾ കുമരകത്ത് ബസ് ഇറങ്ങിയാൽ അവിടെ നിന്ന് ഇവിടെയൊക്കെ പോയി അവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച ശേഷമാണ് തറവാട്ടിലേക്ക് പോവുക. പഴയ പോലെ മാസങ്ങളും ആഴ്ചകളും ഒന്നും താമസിക്കാൻ പറ്റില്ലെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ മാക്സിമം 2 ദിവസമൊക്കെ കഴിഞ്ഞ കാലമാണ്. ഇപ്പോൾ തന്നെ വർഷങ്ങൾ 10-12 കഴിഞ്ഞിരിക്കുന്നു അവിടെ പോയിട്ട്. അപ്പോൾ ഇതേപോലെ ഒരിക്കൽ പോകുമ്പോഴാണ് അവിടുത്തെ ഈ പലഹാരക്കടയുടെ മുന്നിലിട്ടിരുന്ന ഒരു ബെഞ്ചിൽ ഒരു വ്യക്തി ഇരിക്കുന്നു. അപ്പോൾ എവിടെയോ കണ്ടു മറഞ്ഞ മുഖം, ആരാണെന്നറിയില്ല. അതിന് ദൂരെ മാറി ഒരു വെള്ള അംബാസഡർക്കാരൻ കിടക്കുന്നു. അങ്ങനെ ചായയും ഉണ്ണിയപ്പൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചു, ഞാൻ അദ്ദേഹത്തെ നോക്കി ചിരിച്ചു. ഒരു അടയാളം എന്ന് പറയുന്നത് മുഖത്തിൻ്റെ വലതുവശത്തൊരു ഉണ്ണിയുണ്ട്, കറുത്തിട്ടുള്ള ഒരു വലിയ ഉണ്ണി. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. എങ്കിലും അവിടെ ഇരുന്ന് ഒരു 4-5 മിനിറ്റിന് ശേഷം ഇദ്ദേഹവും ചായയൊക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കാറ് ചാരി ഒരു ഡ്രൈവർ അവിടെ നിൽപ്പുണ്ട്. അന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ കമലഹാസനല്ലേ? അപ്പോൾ ചിരിച്ചിട്ട് പറഞ്ഞു, അല്ല. ഞാൻ പറഞ്ഞു, ആ ഉണ്ണി മാറ്റിയാൽ താങ്കൾ കമലഹാസനാണെന്നറിയാം. അങ്ങനെ വിശ്രുതനായ ആ കലാകാരനുമായി ഏതാനും സമയം സംസാരിക്കാനും കൈയൊടുക്കാനും ഒക്കെ കഴിഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ മിക്കവാറും കുമരകത്ത് വരാറുണ്ട്. എനിക്ക് ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ ജീവിതമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുമരകം എന്ന ആ പ്രദേശം ഓരോ വീടുകളിലും വള്ളങ്ങളാണ്. വള്ളം കൊണ്ടിടാനുള്ള സ്ഥലവുമുണ്ട്. അപ്പോൾ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വള്ളത്തിൽ പോകാം. ഇന്ന് കാലഘട്ടം മാറിയെങ്കിലും ആ പഴയ വീടുകളിലെല്ലാം ഇന്നും ആപ്പിച്ചേരിയിലും തൈപ്പറമ്പിലും ഒക്കെ ഇന്നും വള്ളങ്ങളുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അവിടെ കാണാനും അത് ആസ്വദിക്കാനുമായി വന്ന വലിയൊരു കലാകാരനെ ഞാൻ ഓർത്തുപോയി എന്ന് മാത്രം. ഇന്നും കുമരകം മനസ്സിലുണ്ടാക്കുന്ന ഓളം, മനസ്സിലുണ്ടാക്കുന്ന ചലനം പറഞ്ഞറിയിക്കാവതയ്യ. അതിനെക്കുറിച്ച് ഞാൻ എഴുതിയൊരു കവിതയിലെ ഏതാനും വരികൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാം. ബാല്യത്തിൻ തുടുപ്പുമായി അച്ഛൻ്റെ തറവാട്ടിൽ, ബാല്യത്തിൻ തുടുപ്പുമായി അച്ഛൻ്റെ തറവാട്ടിൽ 60 ദിനരാത്രങ്ങൾ കഴിഞ്ഞു മടങ്ങവേ ബന്ധങ്ങളുടെ സൗകുമാര്യം എത്രമാത്രം നുകർന്നുവെന്ന ഓർമ്മകൾ. ബാല്യത്തിൻ തുടുപ്പുമായി അച്ഛൻ്റെ തറവാട്ടിൽ 60 ദിനരാത്രങ്ങൾ കഴിഞ്ഞു മടങ്ങവേ ബന്ധങ്ങളുടെ സൗകുമാര്യം എത്രമാത്രം ഒക്കുന്ന ഓർമ്മകൾ. തുടർന്നുള്ള വരികളും ദൃശ്യങ്ങളും നിങ്ങൾ കാണുമല്ലോ. നന്ദി, നമസ്കാരം.